ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഹെയർ കെയർ, അതായത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ കട്ടും ഹെയർ ഓയിലിങ്ങും എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നതിൻ്റെ താഴെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ആ കമൻറ്റിലുണ്ടായിരുന്നത്. നൈസ് ഹെയർ കെയർ വീഡിയോ ഡിയർ. ഹെയർ കെയർ വീഡിയോൻ്റെ താഴെ അത് കഴിഞ്ഞിട്ട് പ്ലീസ് ക്യാൻ യു ട്രൈ മൈ ട്രഡീഷണൽ റുട്ടീൻ ലുക്ക് ചാലഞ്ച് റിക്വസ്റ്റ്. നെക്സ്റ്റ് ഇൻ ദിസ് ചാലഞ്ച് in long type video you must first do hair wash, okay, next without any cuts if needed with fast forward, fastly do full hair dry and then after fully dried now without fast forward slowly do complete hair oiling with parachute oil fully to your washed hair. Then wearing ethnic old style dress like salwar or sari, do a old style sleek tie, center pinned braid by pinning front section hair back side in center position. വല്ല മനസ്സിലായോ? അതായത് അവരുടെ ഒരു ട്രഡീഷണൽ റുട്ടീൻ ലുക്ക് ചാലഞ്ച് ചെയ്യാമോ എന്നാണ് ചോദിച്ചത്. അതായത് അതൊരു ലോങ് വീഡിയോ ടൈപ്പിൽ നമ്മൾ ആദ്യം ഹെയർ വാഷ് ചെയ്യണം, ചെയ്തതിന് ശേഷം ഹെയർ ഒന്ന് ഡ്രൈ ചെയ്യണം. അതൊരു സ്പീഡായിട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഡ്രൈ ആയ ഹെയറിൽ ഫുള്ളായിട്ടൊന്ന് സ്ലോ ആയിട്ട് നമ്മൾ ഹെയർ ഒന്ന് ഫുള്ളായിട്ട് ഓയിൽ ചെയ്തതിന് ശേഷം അതിനെ നമ്മളൊരു ട്രഡീഷണൽ ലുക്കിൽ, അതായത് സാരിയോ സൽവാർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ പിറക് സൈഡിൽ പിന്നിടുമല്ലോ, നല്ല ഫ്രണ്ടിലെ മുടി എല്ലാം കൂടെ ബാക്കിലോട്ട് എടുത്ത് നടുക്കിങ്ങനെ പിന്നിടുമല്ലോ, അങ്ങനെ പിന്നി ചെയ്യണ വീഡിയോ ചാലഞ്ച് ചെയ്യാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്തായാലും ഹെയർ വാഷ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്തത്, കുളിച്ചിട്ട് വന്നു. എന്തായാലും ഹെയർ വാഷ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു കുളി കഴിഞ്ഞ് വന്നിട്ട് ആ നനഞ്ഞ മുടിയോടെ തന്നെ ഞാൻ ആദ്യം ഒന്ന് തല കെട്ടി വയ്ക്കുന്നുണ്ട്. കാരണം ഡ്രൈ ചെയ്യണമല്ലോ. അപ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഇട്ടിട്ട് വീഴുന്നോണ്ടേ ഇരിക്കും. അപ്പോൾ ഞാൻ അതൊന്ന് കെട്ടി വെച്ചതിന് ശേഷം എന്തായാലും കുളിച്ചല്ലേ, നമുക്ക് കുറച്ച് മേക്കപ്പൊക്കെ സാരിയോ സൽവാറോ എന്തെങ്കിലും ഇടണമെന്നല്ലേ പറഞ്ഞു. അപ്പം നമുക്കൊരു ചെറിയ മേക്കപ്പൊക്കെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ ഇച്ചിരി ഒന്ന് മോയ്സ്ചറൈസറും സംഭവങ്ങളൊക്കെ ഇട്ട് ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫാസ്റ്റായിട്ട് ഹെയർ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം. ഞാനത് എടുക്കുന്നുണ്ട്, അപ്പം തന്നെ അവൾ ഓടി വരികയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് തന്നെ എൻ്റെ ഹെയറൊക്കെ ഒന്ന് നല്ലതുപോലെ ഡ്രൈ ചെയ്തെടുക്കുന്നു. എന്തായാലും കാറ്റൊക്കെ അടിക്കുന്നതല്ലേ, പിന്നെ കുറച്ച് ഷോയും. അപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ടില്ല, ഏകദേശം ഡ്രൈ ആയി വന്നപ്പോഴാണ് ഈ ഒരു സാധനം വെച്ചിട്ടില്ല എന്ന് വരെ ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ ഞാൻ അതൊക്കെ വെച്ച് കുറച്ച് ഡാൻസും പാട്ടുമൊക്കെ, കാരണം ഏകദേശം ഒരു അരമണിക്കൂർ വരെ നമുക്ക് വേണം ഇതൊന്ന് ഡ്രൈ ചെയ്താൽ, അത്രയും വെറ്റായ മുടിയൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. ഞാൻ അതുകൊണ്ട് ഫാസ്റ്റിലിട്ട് കാണിക്കുവാണ് ഗൈസ്. അല്ലാതെ നമുക്ക് അരമണിക്കൂർ ത്രൂ ഔട്ടായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇപ്പം എൻ്റെ മുടി ഏകദേശം ഒന്ന് നല്ലതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹെയറിൽ ഓയിൽ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പാരച്യൂട്ടിൻ്റെ ഓയിലെന്ന് എടുത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാരച്യൂട്ടിൻ്റെ ഓയിൽ തന്നെ എടുക്കാം. നന്നായിട്ട് കുളിച്ച് നന്നായിട്ട് ഹെയറൊക്കെ ഡ്രൈ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കിടക്കുമ്പോൾ പിന്നെ ഓയിൽ തേക്കണമല്ലോ എന്നുള്ള ആ ഒരു ഫേസ് എക്സ്പ്രഷനാണ് എൻ്റെ മുഖത്ത് വന്നത്. അപ്പോൾ ഞാൻ ദേ ഓയിലെടുത്ത് എൻ്റെ ഹെയറിലോട്ട് മേളിൽ നിന്ന് താഴെ വരെ നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് സ്ലോ ആയിട്ട് എന്നെ കാണിക്കാൻ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ സ്ലോ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരു 2-3 വട്ടം എടുത്ത് ഞാൻ അതിനെ നല്ലതുപോലെ തന്നെ എണ്ണത്തോണിയിൽ കിടക്കുന്നത് പോലെ തന്നെ ഞാനത് എൻ്റെ തലയിലെല്ലാം തേക്കുന്നുണ്ട്. ആ ഒരു വിഷം എൻ്റെ മുഖത്ത് കാണാനുമുണ്ട്. എന്നാലും പോട്ടെ, സാരമില്ല, നമുക്കൊരു ചാലഞ്ചല്ലേ, അപ്പം നമ്മൾ എന്തായാലും അത് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ ആ രീതിയിൽ ഞാൻ എണ്ണയെല്ലാം എൻ്റെ തലയിലോട്ട് വാരി തേക്കുന്നുണ്ട്. അത് പുറകു സൈഡിലും എല്ലാം മുടിയുടെ എൻഡ് വരെ ഞാൻ അതിൽ നിന്ന് എണ്ണ എടുത്ത് നന്നായിട്ട് എന്നെ തലയിൽ തേക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എൻ്റെ ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സൽവാർ ഓർ സാരിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമുക്ക് എൻ്റെ അതിന് പറ്റിയ സൽവാറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നേരെ സാരി എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ പിന്നെ സാരി ഉടുത്തിട്ട് വരാം എന്ന് കരുതി. പിന്നെ സാരി ഉടുക്കുന്ന വീഡിയോ ഒന്നും ഇല്ല, സാരി ഉടുത്തതിന് ശേഷം വന്നിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് പോയി സാരി ഉടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ സാരി ഉടുത്തിട്ട്. സാരി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഗൈസ്, കാരണം എനിക്ക് വലുതായിട്ട് സാരി ഉടുക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ സാരി ഉടുത്തിട്ട് വന്നു. ഒരു ബ്ലൗസ് എൻ്റെ ഉള്ളതിനടുത്ത് സാരി എടുത്തിട്ട് വന്നു. ഇനി നമുക്ക് ഈ ഒരു ഹെയറിനെ, ഈ എണ്ണ ഫുള്ളായിട്ടുള്ള ഈ ഒരു ഹെയറിനെ നമുക്കൊന്ന് ബാക്കിലോട്ട് എല്ലാം ഫ്രണ്ടിലുള്ള എല്ലാം കൂടെ ചേർത്ത് ബാക്കിലോട്ട് വെച്ച് നമുക്കൊന്ന് പിന്നിയെടുക്കാം. അത് പിന്നെ ഈ പറയും പോലെ സ്വന്തം മുടിയിൽ സ്വന്തമായിട്ട് പിന്നണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് കൈയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അതിന് ഹെയറിന് ലെങ്ത് ഇല്ലയെന്നെങ്കിലും പറയാം. എൻ്റെ ഹെയറിൻ്റെ മേളത്തെ ആ ഒരു തിക്നെസ് താഴോട്ട് കാണത്തില്ല. ഞാൻ സ്റ്റെപ്പായിട്ട് വെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മേളത്തുള്ള
തിക്നെസ് താഴെ കാണില്ല. ഞാൻ കോമഡി ആയിരിക്കുമെന്നാണ് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാതിരിപ്പുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടിയൊക്കെ പിടിച്ച് താഴ്ത്തിയിട്ടതിന് ശേഷം ഞാൻ വെളിയിലോട്ട് പോകുന്നുണ്ട്. അകത്ത് നിന്നിട്ട് ഇനി വെട്ടത്തിൻ്റെ കുറവെന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പുറത്തോട്ട് പോയി നിന്ന് എൻ്റെ ബൊഡിയുടെ ആ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ സാരിയൊക്കെ ഉടുത്തതല്ലേ എന്ന് പറഞ്ഞ് കുറച്ച് ആട്ടവും ചാട്ടവും എല്ലാം ഉണ്ട്. പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് തന്നെയാണോ ചാലഞ്ചിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് കമൻറ്റ് ഇടണം. പിന്നെ ഈ കമൻറ്റ് ഇട്ട വ്യക്തി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ആ വ്യക്തി മാത്രമല്ല, ഈ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലിൽ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ചാലഞ്ച് കമൻറ്റ് ഇട്ട ആൾ എനിക്ക് ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ഇടണം. ഞാൻ ഈ ചെയ്തതൊക്കെ തന്നെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എന്തായാലും കമൻറ്റ് ഇടണം. അപ്പോൾ പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. പിന്നെ സാരി ഉടുത്തിട്ട് തലയിൽ കൂടെ ഇടുന്നു, പുറകെ കൂടെ ഇടുന്നു, അങ്ങനെയൊക്കെ ഓരോ പ്രഹസനങ്ങളും പിന്നെ അതിന് പറ്റിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ അവിടെ സ്റ്റോപ്പ് ആകുന്നു ഗൈസ്. അപ്പോൾ ഞാൻ അവർ പറഞ്ഞതുപോലെ തന്നെ കമൻറ്റിലുണ്ടായിരുന്നത് പോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ടാറ്റാ.